भूरम्भास्यनलो निलोम्बरमहन्नाथो हिमांशु पुमान् इत्याभाति चराचरात्मकमिदं यस्यैव मूर्त्यष्टकम् नान्यत् किञ्चन विद्यते विमृशतां यस्मात् परस्माद्विभो तस्मै श्रीगुरुमूर्तये नमः इदं श्री दक्षिणामूर्तये भूरम्भास्यनलो निलोम्बरमहर्नाथो हिमांशु पुमान् इत्याभाति चराचरात्मकमिदं यस्यैव मूर्त्यष्टकम् नान्यत् किञ्चन विद्यते विमृशतां यस्मात् परस्माद्विभो तस्मै श्रीगुरुमूर्तये नमः इदं श्री दक्षिणामूर्तये. ഭഗവാനെ പരമേശ്വരനെ അഷ്ടമൂർത്തി എന്നാണ് പറയുന്നത്. ആ അഷ്ടമൂർത്തി നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുപാടുള്ളതാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഭൂമി, മറ്റൊന്ന് ജലം, അതാണ് ഭൂമി. അംഭാംസി ജലം, ജലമുണ്ട്. അതുപോലെ തന്നെ അത് അനലൻ തേജസ്, വായു തേജസ്, അനിലൻ വായു, അംബരം ആകാശം, അഹർനാഥൻ എന്ന് വെച്ചാൽ സൂര്യൻ, ശീതാംശു ചന്ദ്രൻ, അതുപോലെ ചന്ദ്രൻ, അതുപോലെ പുരുഷൻ. ഇതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന പുരുഷൻ. അപ്പോൾ അങ്ങനെയാണ് 8 മൂർത്തികൾ. പഞ്ചഭൂതങ്ങളും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും പുരുഷനും ഇങ്ങനെ ഉൾപ്പെട്ടതായി 8 മൂർത്തികൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ മുൻപിൽ തന്നെ ഇത് ഭൂമിയുണ്ട്, ജലമുണ്ട്, തേജസ്സുണ്ട്, എല്ലാം ഭഗവാന്റെ മൂർത്തികളാണ്. ഒന്ന് ചേർത്ത് കാണുന്നില്ല എന്നല്ലാതെ അവിടെ ഇവിടെയായിട്ട് ഭഗവാന്റെ രൂപൂർത്തികളെ നാം കാണുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീ പരമേശ്വരനെ അഷ്ടമൂർത്തി എന്ന് പറഞ്ഞത്. ചരാചരാത്മകമായി പ്രപഞ്ചം മുഴുവനും ഈ 8 മൂർത്തികൾ നിറഞ്ഞതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊന്നും നമുക്ക് ഉണ്ടായിരിക്കുക. ഈ പറഞ്ഞതായ ആകാശത്തെ ഭൂമി മുതലായ 8 തത്വങ്ങൾ പറഞ്ഞു. ഈ തത്വത്തിൽ നിന്നും ഭിന്നമായിട്ട് ഇതല്ലാതെ ഏതെങ്കിലും ഒന്നും ഈ ലോകത്തിലുണ്ടോ? അതൊന്നുമില്ല. നാന്യത് എന്നാണ്, മറ്റൊന്നുമില്ല. ചരാചരാത്മകമായി പ്രപഞ്ചം മുഴുവനും, ചരവും അചരവുമായി പ്രപഞ്ചം മുഴുവനും തപ്പിയാലും ഈ 8 അല്ലാതെ മറ്റൊന്നുമില്ല. ഈ പറഞ്ഞ 8 നിന്നും ഭിന്നമായിട്ട് മറ്റൊരു വസ്തു ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുക. അതാണ് വിമർശതാം. വിമർശിക്കുന്നവർക്ക്, ശരിയായിട്ട് ചിന്തിക്കുന്നവർക്ക് ഈ 8 മൂർത്തി, ഈ അഷ്ടമൂർത്തികളല്ലാതെ മറ്റൊന്നുമില്ല എന്ന വ്യവസായം ഈ പ്രപഞ്ചം മുഴുവൻ അതേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ രൂപമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ നാം ഭഗവാനായിട്ട് സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുക. ഈ ഭഗവാനിൽ എത്തുള്ള ഇത് സഗുണോപാസനയാണ്. നിർഗുണമായ ബ്രഹ്മത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് എത്താനാവില്ല. അതുകൊണ്ട് ഈ മൂർത്തികളിൽ കൂടി ഭഗവാനെ പ്രാപിക്കുക. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സാധാരണ ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് ഈ നിർഗുണമായ ബ്രഹ്മത്തെ അറിയുവാൻ, മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവരെ ഈ പടികളായിട്ട് കാണിക്കുകയാണ്. അവർക്ക് സഗുണോപാസന വിധിക്കുകയാണ്. സഗുണമായി ഈ മൂർത്തികളിൽ കൂടി ഉപാസിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി നിർഗുണമായ ബ്രഹ്മത്തിലെത്തുന്നുള്ള സഹായക പടികൾ എന്നുള്ള നിലയ്ക്കാണ് ഈ സഗുണോപാസന കഴിഞ്ഞ ഏമന്താസ് ദേനുകമ്പന്തേ സവിശേഷ നിരൂപണീന. നിർഗുണമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത സാധാരണ ബുദ്ധി കുറഞ്ഞ ആളുകൾക്കുള്ളതാണ് സഗുണോപാസന. അത് വശീകൃതേ മനസ്സേഷാം സഗുണബ്രഹ്മശീലനാം തദേവ ആവിർഭവേത് സാക്ഷാദപേതോ അധികൽപ്പനം. നമ്മുടെ മനസ്സ് ഈ സഗുണോപാസന നിമിത്തം വശീകൃതമായാൽ നമുക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ബ്രഹ്മത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അങ്ങനെ ആ ബ്രഹ്മത്തിൽ നമുക്ക് ലയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നാന്യത്തിഞ്ചന വിദ്യതേ വിമർശനം യസ്മാത് പരസ്മാത്. പരമായ ആ തത്വത്തിൽ നിന്നും ഭിന്നമായിട്ട്, യാതൊന്നിൽ നിന്നും ഭിന്നമായിട്ട് ലോകമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുമോ? ആ പരമാചാര്യനായ ശ്രീ ദക്ഷിണാമൂർത്തിക്ക് ആയിക്കൊണ്ട് നമസ്കാരം.